2025 JEE മെയിൻസ് ആൻഡ് അഡ്വാൻസ്ഡ് എക്സാമിനേഷനുകൾ മികച്ച വിജയം നേടിയ ജോയൽ ജോസഫ് ചെറിയാനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പോൾ ജോയൽ നമ്മുടെ ബ്രില്യന്റിന്റെ ഇന്റഗ്രേറ്റഡ് 2 ഇയർ +2 പ്രോഗ്രാമിന്റെ ഭാഗമായിരുന്നു. അപ്പോൾ 2 വർഷം ബ്രില്യന്റിനോടൊപ്പം ചേർന്ന് നിന്ന് പഠിച്ച് ആ കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ടാണ് ജോയൽ ഇന്ന് ഇവിടെ നമ്മോടൊപ്പം നിൽക്കുന്നത്. അപ്പൊ ജോയൽ ഏത് ബ്രാഞ്ചിലാണ്, എവിടെയാണ് ഇപ്പൊ ജോയിൻ ചെയ്തിരിക്കുന്നത്? ഞാൻ NIT ട്രിച്ചിയിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഞാൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ട്രിപ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ NIT ട്രിച്ചിലെ ട്രിപ്പിൾ ആണ് ഇപ്പൊ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ജോയൽ, നമുക്കറിയാം JEE മെയിൻസ് ആണെങ്കിലും അഡ്വാൻസ്ഡ് ആണെങ്കിലും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടി നമ്മള് കൺസിസ്റ്റന്റ് ആയി വർക്ക് ചെയ്യേണ്ട ഒരു എക്സാമിനേഷൻ ആണ്. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ 2 വർഷം ഈ ഒരു ജേർണി? എങ്ങനെയാണ് ഇത്രയും ഡ്രീം ആയിട്ടുള്ള ഒരു അച്ചീവ്മെന്റിലേക്ക് ജോയൽ എത്തുന്നത്? ഞാൻ ബ്രില്യന്റിൽ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഇതിലൊക്കെ ഒരുപാട് മോഡൽ എക്സാംസ്, പല മോഡൽ എക്സാംസും പല ഡിഫിക്കൽട്ടി ലെവലാണ്. അപ്പം കുറെ ഡൈവേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. നമുക്ക് ചിലപ്പം കുറെ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ അതിൽ നിന്ന് കുറെ ലേൺ ചെയ്തു. പ്രൊഫസേഴ്സിനോടൊക്കെ ഡൗട്ട് ചോദിച്ചു. ഞാൻ കുറെ ബ്രില്യന്റ് ലൈബ്രറി ഒക്കെ തന്നായിരുന്നു, ലൈബ്രറി യൂസ് ചെയ്തു. അതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ പഠിച്ചായിരുന്നു. പിന്നെ അവസാനമൊക്കെ ആയപ്പം ഓൾ യൂണിറ്റ് മോഡൽസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് ആദ്യം കുറച്ച് ഇതായിരുന്നു, പക്ഷെ ലെവൽ മാറി വന്നതോടെ സ്കോർസ് ഒക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. അങ്ങനെ അവസാനം JEE മെയിനില് ശരിക്കുള്ള പരീക്ഷയ്ക്ക് അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. ആ ഒരു എക്സാമിന്റെ എൻവയോൺമെന്റും അതൊക്കെ നന്നായിട്ട് റെപ്ലിക്കേറ്റ് ഒക്കെ ചെയ്യാൻ പറ്റി. CBT മോഡ് ഉണ്ടായിരുന്നു, അത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അതായത് ബ്രില്യന്റ് എക്സാംസ് ഒക്കെ തരുന്ന എക്സാംസ് ഒക്കെ CBT മോഡിൽ തന്നെയായിരുന്നത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഫ്രണ്ട്സും വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ നിഖിൽ സർ ഹെൽപ്ഫുൾ ആയിരുന്നു. ഹി വാസ് എ ഗുഡ് മോട്ടിവേറ്റർ. ആവശ്യമുള്ള സമയത്ത് ഹി വാസ് ഹെൽപ്ഫുൾ. ഐ ഓൾസോ താങ്ക് മൈ പേരൻസ്. അവരും എപ്പോഴും ദേ വർ ഓൾവേസ് വിത്ത് മീ. മൈ ഫ്രണ്ട്സ് ഓൾസോ ലൈക്ക് ഞങ്ങൾ ഒരുമിച്ച് സഫർ ചെയ്യുമായിരുന്നു. അപ്പം വി നോ ഈച്ച് അതർ വെരി വെൽ ആൻഡ് അങ്ങനെ ഐ വാസ് ഏബിൾ ടു റീച്ച് യു. അപ്പോൾ നമ്മൾ ഈ 11th 12th പഠിക്കുന്നതിന്റെ കൂടെയാണ് എൻട്രൻസിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? അപ്പൊ നമുക്ക് ബോർഡ് എക്സാംസ് നോക്കണം, അതുപോലെ തന്നെ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ ഇത് കുറച്ച് ഹെക്ടിക് ആയിട്ടുള്ള ഒരു സമയമായിരുന്നിരിക്കും. ഉറപ്പായിട്ടും നമ്മുടെ എക്സാംസിന്റെ മാർക്ക് കൂടുകയോ കുറയോ അല്ലെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ടെങ്കിൽ അപ്പോഴൊക്കെ നമുക്ക് സ്ട്രെസ് ഉണ്ടാവും. അപ്പൊ എങ്ങനെയായിരുന്നു ആ സ്ട്രെസ് ഒക്കെ ഹാൻഡിൽ ചെയ്തിരുന്നത്? ആരൊക്കെയാണ് അതിന് ഹെൽപ്പ് ചെയ്തിരുന്നത്? അത് ഞങ്ങളുടെ സ്കൂളിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഡൽസ് ഉണ്ടായിരുന്നു. എൻട്രൻസിന്റെ ഒപ്പം തന്നെ സ്കൂളിന്റെ ബോർഡ് എക്സാംസിന്റെ മോഡൽസ് ഉണ്ടായിരുന്നു. പക്ഷെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ആ മോഡൽസ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബ്രില്യന്റ് അവരുടെ പോർഷൻസ് ഒക്കെ കഴിഞ്ഞായിരുന്നു. അപ്പം വെൽ ഇൻ അഡ്വാൻസ് ഞങ്ങൾ അതിന് പ്രിപ്പയർഡ് ആയിരുന്നു. അപ്പം അത് ഏകദേശം ഈ ബ്രില്യന്റ് മോഡൽസിന്റെ ഒപ്പം തന്നെ അത്യാവശ്യം സ്ട്രെസ് കുറച്ച് വെച്ച് തന്നെ ഞങ്ങൾക്ക് ഒപ്പം തന്നെ പോകാൻ പറ്റി. അതുകൊണ്ട് ദാറ്റ് വാസ് മാനേജബിൾ. അതുപോലെ തന്നെ അത് സ്കൂളിനായിട്ട് ഒരിക്കലും ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് സെപ്പറേറ്റ് ആയിട്ടൊന്നും പഠിക്കേണ്ട വന്നിട്ടില്ല. അത് ഹെൽപ്ഫുൾ ആയിരുന്നു. എക്സ്ട്രാ സബ്ജക്ട്സ് കമ്പ്യൂട്ടർ സയൻസ്, ഇംഗ്ലീഷ് അതൊക്കെ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. പിന്നെ സ്കൂളിന്റെ സൈഡിൽ നിന്ന് അത്യാവശ്യം ഹെൽപ്പ് ഉണ്ടായിരുന്നു. സ്കൂൾ ടീച്ചേഴ്സും ഇതിന്റെ ഒപ്പം തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ ഓപ്പൺ ആയിട്ട് ചോദിക്കാൻ സമ്മതിക്കുമായിരുന്നു. സോ എന്തായാലും ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു റാങ്ക് കരസ്ഥമാക്കി NIT ട്രിച്ചിയിൽ ഇപ്പോൾ അഡ്മിഷൻ ആയിരിക്കുകയാണ്. സോ ജോയൽ, ഇനി അങ്ങോട്ടാണെങ്കിലും നല്ലൊരു വിജയം ഇനി അങ്ങോട്ട് ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. സോ താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്.